മാധവേട്ടന്റെ കുമ്പളങ്ങയും സുമേഷിന്റെ നാക്കും. ഒരു ഗ്രാമത്തിൽ മാധവൻ എന്നൊരു കർഷകനുണ്ടായിരുന്നു. കൃഷിയോട് വലിയ സ്നേഹമുള്ള ആൾ. ഒരിക്കൽ മാധവേട്ടൻ തന്റെ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ കുറച്ചു കുമ്പളങ്ങ നട്ടു. അദ്ദേഹം അതിന് വെള്ളവും വളവും നൽകി പൊന്നുപോലെ നോക്കി. മാധവേട്ടന്റെ അധ്വാനം വെറുതെയായില്ല. വള്ളി പടർന്നു പന്തലിൽ നിറയെ പച്ചപ്പായി. അധികം വൈകാതെ അതിൽ വലിയ ഉരുണ്ട കുമ്പളങ്ങകൾ ഉണ്ടായി തുടങ്ങി. അതിലൊരു കുമ്പളങ്ങ അസാധാരണ വലിപ്പമുള്ളതായിരുന്നു. കാണുന്നവരാരും ഒന്ന് നോക്കി നിന്നു പോകുന്നത്ര ഭംഗിയും വലിപ്പവും. ഒരു ദിവസം വൈകുന്നേരം ആ വഴിയെ സ്ഥിരം കുറ്റം പറയുന്ന സ്വഭാവമുള്ള സുമേഷ് നടന്നു പോകുകയായിരുന്നു. വേലിക്കൽ നിന്ന് ആ വലിയ കുമ്പളങ്ങ കണ്ടതും സുമേഷ് കണ്ണുമിഴിച്ചു. അവൻ വേലീക്കലേക്കെത്തി നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "എന്റമ്മോ, ഇതെന്തൊരു കുമ്പളങ്ങയാ മാധവേട്ടാ! ഇത് കുമ്പളങ്ങയോ അതോ പാറക്കല്ലോ? നിങ്ങളുടെ ഒരു ഭാഗ്യം. ഇത് വിറ്റാൽ തന്നെ നല്ല കാശു കിട്ടുമല്ലോ." സുമേഷ് ആ കുമ്പളങ്ങയിൽ നിന്നും കണ്ണെടുക്കാതെ അല്പനേരം കൂടി അവിടെ നിന്നിട്ട് നടന്നുപോയി. മാധവേട്ടന് ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നി. അവന്റെ നോട്ടം അത്ര നല്ലതല്ല എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ മാധവേട്ടൻ ആവേശത്തോടെ തോട്ടത്തിലേക്ക് ചെന്നു. പക്ഷെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു. ഇന്നലെ വരെ നല്ല തിളക്കത്തോടെ ആരോഗ്യത്തോടെ നിന്നിരുന്ന ആ വലിയ കുമ്പളങ്ങയുടെ തണ്ട് വാടിയിരിക്കുന്നു. കുമ്പളങ്ങയുടെ ഒരു വശത്ത് മഞ്ഞ നിറം പടർന്ന് അത് അഴുകാൻ തുടങ്ങി. യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് ആ വള്ളി തന്നെ ഉണങ്ങിപ്പോയി. ഇത് കണ്ട മാധവേട്ടന്റെ അമ്മ പറഞ്ഞു, "മോനെ, ഇത് വേറൊന്നുമല്ല. അതാണ് കണ്ണേറ്. സുമേഷിന്റെ ആത്തി, അഥവാ അമിതമായ ആഗ്രഹമോ അസൂയയോ ആ കുമ്പളങ്ങയിൽ പതിഞ്ഞതാണ്." അമ്മ വേഗം കുറച്ച് ഉപ്പും മുളകും എടുത്ത് ഒഴിഞ്ഞുകളയാൻ തുടങ്ങി. എന്താണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ നാട്ടിലെ വിശ്വാസമനുസരിച്ച് കണ്ണേറ് എന്നത് മറ്റൊരാളുടെ അമിതമായ പ്രശംസയോ അസൂയയോ അല്ലെങ്കിൽ തീവ്രമായ നോട്ടമോ മൂലം സംഭവിക്കുന്ന നെഗറ്റീവ് എനർജിയാണ്. ശാസ്ത്രീയമായി ഇതിന് തെളിവില്ലെങ്കിലും മറ്റുള്ളവരുടെ അസൂയയും നെഗറ്റീവ് ചിന്തകളും നമ്മളെ ബാധിക്കാമെന്ന മനഃശാസ്ത്രപരമായ തോന്നലാണ് കണ്ണേറെന്ന വിശ്വാസത്തിന് പിന്നിലുള്ളത്.